പണ്ട് ദേശത്തെ വിളക്കായിരുന്നു ഒരു പുരോഹിതൻ. ഈ പുരോഹിതന്റെ വീടൊരു കോടതിയായിരുന്നു സത്യത്തിന് പഴയ കാലത്ത്. അത്താണിയ ഇല്ലാത്ത, നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരും സാധാരണക്കാരും നാട്ടിൽ തർക്കമുള്ളവരും വഴക്കുള്ളവരും രോഗികളും എല്ലാവരും വന്ന് ശരണപ്പെടുന്നത് ആ ദേശത്തെ വിളക്കായ പുരോഹിതന്റെ മുമ്പിലാണ്. അദ്ദേഹം സ്നേഹപുരസരം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ ഏത് രീതിയിലും ബൗദ്ധികമായും സാമ്പത്തികമായും ഉപദേശത്താലും സ്നേഹം കൊണ്ട് എല്ലാം അവരെ കൂടെ നിർത്തി സഹോദരങ്ങളെ പോലെ കണ്ട് അവിടെ ജാതിയോ മതമോ സംസ്കാരമോ ഒന്നുമില്ല. ആർക്കും കടന്നു വന്ന് ഉപദേശം ചോദിക്കാവുന്ന ഒരു ഇടമായിരുന്നു പുരോഹിതൻ എന്ന് പറയുന്നത്. അത്ര അറിവും സംസ്കാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയ കാലത്തെ പുരോഹിതന്മാർ വിളക്കായി നിൽക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഇത്രയും വെറുക്കപ്പെട്ട ഒരു വിഭാഗം വേറെ ഇല്ല ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത്. പുറത്ത് ചിരിച്ച് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ബസ് സ്റ്റോപ്പുകളിൽ പുരോഹിതന്മാർ നിൽക്കുമ്പോൾ, ബസ്സിൽ പുരോഹിതന്മാർ കയറുമ്പോൾ, റോഡിൽ പുരോഹിതന്മാർ പോകുമ്പോൾ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളും സമൂഹവും എന്താണ് പുറകുറുക്കുന്നത് എന്ന് ഇറങ്ങി നടന്നെന്ന് ചിന്തിച്ച് നോക്കണം. ഇന്ന് പൗരോഹിത്യം കാശുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല തൊഴിലായി അധപ്പതിച്ചു പോയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പുരോഹിതന്മാർ പൈസയ്ക്ക് ഏറെ ബാർഗൈൻ ചെയ്യുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് സുറിയാനി സഭകൾക്ക്, കത്തോലിക്ക സഭകൾക്ക് ഏറെ കൂദാശയുണ്ട്. ഒരു വാഹനം വാങ്ങിയാൽ, ഒരാഗ്രഹം കൊണ്ടൊരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടി പള്ളിയിൽ കൊണ്ടുപോയി കൂദാശ ചെയ്യും. കൂദാശ ചെയ്യുക ഒരു പുതിയ വണ്ടി കാണുമ്പോൾ പെരിച്ചാഴി പുന്നല്ല് കണ്ട സന്തോഷമാണ് ഒരച്ഛന്റെ മുഖത്ത്. അതാണ് ഇന്നത്തെ പുരോഹിതന്മാരുടെ ചിന്ത. പാവപ്പെട്ടവന്റെ വീട്ടിൽ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ഒരു കട്ടൻ കാപ്പിയുമായിട്ട് അവന്റെ ഒരു നേരം തള്ളി നീക്കുമ്പം പുരോഹിതൻ അവിടെ എത്തുമ്പോൾ അവൻ വെപ്രാളത്തോടുകൂടി അങ്ങേയറ്റം വിലപിടിപ്പുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് ഓച്ചാനിച്ച് നിന്ന് തൂശനില ഇട്ട് സകല വിഭവങ്ങളും കൂട്ടി ഊട്ടാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട വിശ്വാസി എന്നുള്ളത് ഇത് കഴിച്ച് ഏമ്പക്കവും വിട്ടിട്ട് അവന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇതേലെ ഒരു കഷ്ണം കോഴിയിറച്ചി കിട്ടിയോ, മക്കളെ നിങ്ങൾക്ക് കിട്ടിയോ കഴിക്കുന്നതിന് മുമ്പ് എന്ന് ചോദിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരൊറ്റ പുരോഹിതനും ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഇന്നില്ല. അർഹതപ്പെട്ടവരാരുമല്ല ഇന്ന് സെമിനാരികളിൽ പഠിക്കാൻ പോകുന്നത്, അർഹതയില്ലാത്തവരാണ്. ഏറ്റവും നല്ല തൊഴിലും വരുമാന മാർഗവുമാണെന്ന് കണ്ടിട്ടാണ് ഇന്ന് സെമിനാരിയിൽ പഠിക്കാൻ പോകുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. പഴയ കാലത്തെ ദേശത്ത് പട്ടക്കാരൊന്നും ഇന്ന് കാണുന്ന സെമിനാരികളിൽ എന്ന് പറഞ്ഞാൽ സെക്കുലർ കോളേജുകളിൽ പഠിച്ചു വരുന്നവരല്ലായിരുന്നു. അതായിരുന്നു നാട്ടിന്റെ നന്മ. അവരാ ദേശത്തിലെ ഏറ്റവും നല്ല ഒരു കുടുംബ ശ്രേഷ്ഠതയുള്ള കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് എല്ലാം ഏതെങ്കിലും ഒരു മേൽസ്ഥാനീയനായ പൗരോഹിത ശ്രേഷ്ഠന്റെ പിൻഭാഗെ പിൻപറ്റി എല്ലാം പഠിച്ചൊരു ഉത്തമ സംസ്കാരത്തോടുകൂടി നാട്ടിൽ വരുന്ന ആളാണ് പുരോഹിതൻ. ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് അർത്ഥമാക്കണം, പുരോഭാഗം മുകൾ ഭാഗത്തെ ദൈവത്തിന്റെ ഹിതം നോക്കുന്ന ആളാണ് പുരോഹിതൻ. ഇന്ന് പുരോഹിതനല്ല ഉള്ളത്, ഇന്ന് അധോഹിതനാണുള്ളത്. എന്ന് പറഞ്ഞാൽ അധോലോക ചക്രവർത്തിമാരെ പോലും തോപ്പിക്കുന്ന അധോലോക പണിയും കൊണ്ട് നടക്കുന്നവരാണ് ഇന്നത്തെ പുരോഹിതന്മാരെന്ന് പറയുന്നത്.